ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിയോൺ എക്സോട്ടിക്സ്. അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു ഫിഷിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. നമ്മുടെ ചന്ന എപ്പിസോഡ്, സ്നേഹിക്കട്ടിൻ്റെ വരാലിൻ്റെ എപ്പിസോഡിലെ ഒരു 6ാമത്തെ പാർട്ടാണിത്. ഇതിന് മുന്നേ നമ്മൾ കുറേ സ്നേഹിക്കട്ടിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാഹയുടെ ബ്രീഡിങ്ങും കേരളത്തിൽ കാണുന്ന വരാലുകളെക്കുറിച്ചും അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഓരോ സ്പീഷീസിനെ ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ 54 സ്പീഷീസ് വരാലുണ്ട്, 4 എണ്ണം നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഭയങ്കര റെയറായിട്ടുള്ളൊരു സ്നേഹിക്കട്ടിനെയാണ്. നമ്മുടെ ഇവിടെ നിന്ന് ഇന്ത്യയിലൊന്നും കാണാൻ കിട്ടാത്തൊരു സ്നേഹിക്കട്ടാണ് ചന്ന മറൂലിയോയിഡ്സ്. അപ്പോൾ ഇതിനെ വേറൊരു പേരിലും അറിയപ്പെടും എംബറർ സ്നേഹിക്കട്ട്. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിഷ്. സ്നേഹിക്കട്ടിലെ ടോപ്പ് 5 എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിഷാണ് നമ്മുടെ ചന്ന മറൂലിയോയിഡ്സ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചന്ന മറൂലിയോയിഡ്സിൻ്റെ ഇതിനകത്ത് തന്നെ 2 കളറിൽ കാണപ്പെടും. ഒന്ന് റെഡ് മറൂലിയോയിഡ്സും ഒന്ന് യെല്ലോ മറൂലിയോയിഡ്സും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് യെല്ലോയാണ്. യെല്ലോ സെൻഡാറോ എന്നറിയപ്പെടുന്ന എംബറർ സ്നേഹിക്കട്ടാണ് നമ്മുടെ കയ്യിലിപ്പുണ്ട്. നമ്മുടെ കയ്യിലെത്തിയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഞാൻ അതിനെ ഒന്ന് ഗ്രൂം ചെയ്തെടുത്തിട്ട് നമ്മുടെ അക്വേറിയത്തിലോട്ട് മാറ്റാനുള്ള ഇതായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ സ്നേഹിക്കട്ടിൻ്റെ ഹോബീസിൻ്റെ ഇടയ്ക്ക് ഇതിന് നല്ലൊരു പേരാണ്. കാരണം നല്ല ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് യെല്ലോയും ബ്ലാക്ക് ഷെയ്ഡും വന്നിട്ട് നല്ല കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഇത് നമ്മുടെ മോൺസ്റ്റർ കാറ്റഗറി പെടുന്നതാണ്. ഒരു 2-3 ഫീറ്റ് വരെ വളരാൻ പറ്റുന്ന ഒരു സ്നേഹിക്കട്ടാണിത്. അപ്പോൾ നമുക്കിതിനെ അക്വേറിയത്തിലോട്ട് ഒന്ന് റിലീസാക്കിയിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാം. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് തന്നെ ഇത് നമ്മുടെ ഷോ ക്വാളിറ്റി എന്ന് വെച്ചാൽ കോമ്പറ്റീഷനൊക്കെ ഉണ്ട് തായ്ലൻഡിൽ. അതിനായിട്ട് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഫിഷാണ് നമ്മുടെ സെൻഡാര വെറൈറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ സ്നേഹിക്കട്ടിനെ കുറിച്ച് ഒത്തിരി ഫോളോ ചെയ്യുന്നവർക്കറിയാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫീഡിലൊക്കെ വരും നല്ല യെല്ലോ കളറിൽ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ഫിഷ്. അതാണ് നമ്മളിത്. ഇതിപ്പം ചെറുതാണ്. ഇത് ഇനി വലുതാകുന്നതിനനുസരിച്ച് കളർ ഫോർമേഷനും എല്ലാം വരും. അപ്പം കാണാൻ നല്ല രസമായിരിക്കും. പിന്നെ ഇത്ര നമ്മൾ ഗ്രൂം ചെയ്യാനിട്ടിരുന്ന സ്ഥലത്ത് ഹൈഡിങ് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഇവർ അത്ര അഗ്രസീവ് ആയിട്ടില്ല. ഇപ്പോൾ നമ്മൾ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാലും അത് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിക്കണം. നമ്മൾ കൈയൊക്കെ വെച്ചാൽ അതിലിങ്ങനെ ബൈറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു അഗ്രസീവ്നെസ്, അത് നമുക്ക് ചെറിയ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കണം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതത്ര കോമൺ വെറൈറ്റി ഒന്നുമില്ല. ഇവിടെ നമ്മൾ റെയറായിട്ടൊക്കെ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ സെൻഡാരം. ഇതിനെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പോഫിൻസ്, നമ്മുടെ പാലക്കാടുള്ള പോഫിൻസിൻ്റെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതിനെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പോഫിൻസുമായിട്ട് ബന്ധപ്പെടാം. ഞാൻ അവരുടെ നമ്പർ താഴെ പിൻ ചെയ്തേക്കാം. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഞാൻ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ചാനൽ വഴി. ഇതിൻ്റെ ഗ്രോത്തും ഇതിൻ്റെ എങ്ങനെ അതിന് ഫീഡ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളതെല്ലാം നമുക്കിങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിനു വേണ്ടി ഒരു ചെറിയ അക്വേറിയമാണ് ഇപ്പം പണിതേക്കുന്നത്. വലിയ എന്നാൽ നമ്മളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്നും വലുതാകുമ്പം ഇത് ഞാൻ പറഞ്ഞില്ലേ 2-3 ഫീറ്റ് വരെ വളരും. അപ്പം ഇതിനകത്ത് ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ നമുക്ക് കുളത്തിലോട്ട് മാറ്റാനുള്ള ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. വലിയ ഡെക്കറേഷൻ സ്നേഹിക്കട്ടിന് വേണ്ട, ജസ്റ്റ് ഒരു പ്ലാന്റും ഒരു എയർ ഫ്ലോയും ഇത് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമുക്കപ്പോൾ വാട്ടർ ടെമ്പറേച്ചർ ഇതുമായിട്ട് സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം ഇതിനകത്തോട്ട് ഇറക്കി വെക്കാം. ആൾ പേടിച്ചിട്ടുണ്ട്. കുറച്ച് ഷെയ്ഡൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഫെയ്ഡായി പെട്ടെന്ന് തന്നെ. ഇരിക്കട്ടെ. ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇവനെ ചെറുതായിട്ട് റിലീസ് ചെയ്യാം. അയ്യോ, റിലീസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവൻ ചാടിപ്പോയി. പുതിയ അറ്റ്മോസ്ഫിയറുമായിട്ട് അവൻ പൊരുത്തപ്പെടുവാകൂ. നമ്മളിത്ര നാളും ഗ്രൂം ചെയ്യാനിട്ട ടാങ്കിനകത്ത് ഇവന് ഹൈഡിങ് സ്പേസ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അവനിങ്ങനെ പാത്തിരിക്കുമായിരുന്നു. ഇപ്പോൾ നോക്കുമ്പോഴത്തേനും പുതിയൊരു സ്ഥലം ഉണ്ടോ, അതിനുവേണ്ടി അവൻ ഓടിക്കളിക്കുക. എനിക്കറിയാം ചെടിയെല്ലാം അവനൊരു വഴിയാക്കും.
അപ്പം ഗൈസ് ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ ചെന്ന മരുലിയേഡ് സ്പീഷ്യസിലെ മെയിനായിട്ട് രണ്ടായിട്ടാണ് കാണുന്നത്. ഒന്ന് റെഡ് കളറിലും ഒന്ന് യെല്ലോ കളറിലും. ഇത് നമ്മുടെ ഇരിക്കുന്ന യെല്ലോ സന്താരം എന്ന് പറഞ്ഞ ടൈപ്പാണ്. ഈ രണ്ട് സ്പീഷീസ് തന്നെ റെഡ് കളറിൽ തന്നെ ഈ സ്ഥലങ്ങൾ മാറുന്നതിനനുസരിച്ച് അതിൽ തന്നെ 5 വെറൈറ്റി കാണപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ റെഡ് ബെറീറ്റോ, റെഡ് സാമ്പിറ്റ്, റെഡ് സെൻഡാരം, റെഡ് പാങ്കിലോൺ, റെഡ് ചെറി, അങ്ങനെ പറഞ്ഞിട്ട് 5 വെറൈറ്റി റെഡിൽ തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ സ്ഥലം മാറുന്നതിനനുസരിച്ച് ഇതിൻ്റെ ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ കളറിലൊക്കെ ചേഞ്ച് വന്നുകൊണ്ടിരിക്കും. അതിൻ്റെയൊക്കെ റെഫറൻസ് പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ യെല്ലോയിൽ 5 വെറൈറ്റികളുണ്ട്. യെല്ലോ സെൻഡാരം, യെല്ലോ റൈസ, യെല്ലോ ജാംബി, യെല്ലോ സുൽത്താനി, അങ്ങനെ 5 സ്പീഷ്യസ് യെല്ലോയിലും ഉണ്ട്. മെയിനായിട്ട് ചന്ന മരുലിയേഡ്സ് കണ്ടുവരുന്നത് തായ്ലൻഡ്, മലേഷ്യ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അതിൽ തന്നെ കാലിമൻഡൻ, സുമാത്ര, ബാക്ക്, ബലി, ഇങ്ങനെ കുറേ ലൊക്കേഷൻ ഉണ്ട്. അവിടുന്ന് കിട്ടുന്ന സ്പീഷ്യസിനനുസരിച്ച് ഇതിൻ്റെ കളർ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. റെഡിൽ തന്നെ 5 കളർ വേരിയേഷൻ വരും, യെല്ലോയിലും 5 കളർ വേരിയേഷൻ വരും. പിന്നെ ഇതിൻ്റെ കളറേഷനിലെ മെയിൻ ഒരു ഫാക്ടർ സൺലൈറ്റാണ്. സൺലൈറ്റ് ചേഞ്ച് അനുസരിച്ച് കളർ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാനിതിന് മെയിനായിട്ട് ഫീഡ് ചെയ്യുന്നത് നമ്മുടെ തിലോപ്പിയൊക്കെ കുളത്തിൽ ബ്രീഡായിട്ടുണ്ട്. അതിനെയാണ് നമ്മളിപ്പോൾ മെയിനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ പാറ്റയും കൊടുക്കും. ഇതിൻ്റെ കളറ് നല്ലതായിട്ട് കയറി വരാൻ വേണ്ടി കോക്രോച്ചും നല്ല ഒരു ഫുഡ് തന്നെയാണ് ഇതിന്. പിന്നെ ചെറിയ വിട്ടിലിനെയും അതിനെയൊക്കെ തിന്നോളും. നമ്മൾ ചിക്കനും അതും ഇതൊന്നും കൊടുക്കാറില്ല. ചിക്കനും വേറെ വാങ്ങുന്ന മീനിൻ്റെ ഇതൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എല്ലാം ലൈഫ് ഫിഷ് തന്നെയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ലൈഫ് ഫീഡ് തന്നെയാണ് ഫുള്ള് കൊടുക്കുന്നത്. ഈ സെറ്റിലായിക്കൊണ്ടിരിപ്പുണ്ട്. കളറൊക്കെ ചെറുതായിട്ടൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് ഫീഡായത്. അപ്പോൾ നമ്മളൊരു ചെറിയൊരു തിലാപ്പിയെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞ ലൈഫ് ഫീഡാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കൊടുത്താലും അവൻ എടുക്കുമെന്ന് സംശയമാണ്. കാരണം പുതിയൊരു സ്ഥലത്തോട്ട് വന്നതല്ലേ, കുറച്ചൊന്ന് താമസിക്കുമായിരിക്കും. അത് നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം. ശ്രദ്ധിക്കുന്നില്ല, ഇച്ചിരി സ്ട്രെസ്സിലാണ്. അതുകൊണ്ടാണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും ആശാൻ എടുത്തോളും. രണ്ടും ഒരുമിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പം സ്ട്രെസ് ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ എടുക്കാത്തത്. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ പുതിയൊരു സ്നേഹിലിനെ പരിചയപ്പെട്ടു. ഇതാണ് നമ്മുടെ ചെന്ന മരുലിയേഡ്സ് യെല്ലോ സെന്താരം. അപ്പം ബാക്കി സ്നേഹിൽസിൻ്റെ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണുക. അപ്പോൾ നമ്മൾ പുതിയൊരു സ്നേഹിലുമായിട്ട് അടുത്ത തവണ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഗുഡ് ബൈ.